കൃത്യം 82 വർഷങ്ങൾക്ക് മുൻപ് 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയോ ടാങ്ക് മൈതാനത്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നീളമുള്ള പ്രസംഗമായിരുന്നു. 140 മിനിറ്റ്. ഈ ഭൂമി ഹിംസയുടെ അഗ്നിജ്വാലകളാൽ ചുട്ടുപൊള്ളുകയും മോചനത്തിനായി നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നൽകിയ കഴിവ് ഉപയോഗിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടാൽ ദൈവം എന്നോട് ക്ഷമിക്കില്ല. ഞാൻ നിങ്ങൾക്കൊരു മന്ത്രം തരാം, ഒരു കുഞ്ഞു മന്ത്രം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുകയും നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ഭാവം പകരുകയും ചെയ്യട്ടെ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അതാണ് ആ മന്ത്രം. മരിക്കും മുമ്പ് ഒരിക്കൽ കൂടി ഇന്ത്യൻ ജനതയിലും അഹിംസയിലുമുള്ള തൻ്റെ വിശ്വാസം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലാണ് ഗാന്ധിജി 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സുദീർഘമായ ചരിത്രത്തിൽ ചെറുതും വലുതുമായ ധാരാളം സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരും പങ്കെടുത്ത ഒരൊറ്റ ജനകീയ വിപ്ലവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയിയാണ് ലിൻലിത് ഖോയാണ് ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷമാണ് 1942. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കാനുണ്ടായ കാരണമാണ് ക്രിബ്സ് മിഷന്റെ പരാജയം കൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് ആഗാഖാൻ കൊട്ടാരം. ഗാന്ധിജി ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കപ്പെട്ട ജയിലാണ് യർവാദ ജയിൽ. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 പക്ഷേ ഇപ്പോഴത്തെ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റമാണ് ക്വിറ്റ് ഇന്ത്യ. നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്രദമായി തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.